തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുത ലൈനിൽ തട്ടി വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെയും വൈദ്യുതി ബോർഡിന്റെയും അനാസ്ഥ വ്യക്തം. സ്കൂളിൽ മതിയായ സ്ഥലങ്ങൾ ഉണ്ടായിട്ടും 3 ഫേസ് വൈദ്യുത ലൈനിൽ തൊട്ടുതാഴെ സൈക്കിൾ ഷെഡ് നിർമ്മിക്കാൻ അധികൃതർ കാട്ടിയ വ്യഗ്രതയാണ് കുട്ടിയുടെ ജീവനെടുത്തത്. അനുമതിയൊന്നും തേടാതെ ലൈനിൽ തൊട്ടുതാഴെ ഇരുമ്പ് തൂണുകൾ ഉയർത്തി ഷെഡ് കെട്ടിയതിനു പിന്നാലെ അശാസ്ത്രീയത അന്നുതന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. സ്കൂളിന്റെ ക്ലാസ് മുറികളോട് ചേർന്നാണ് വൈദ്യുത ലൈൻ കടന്നുപോകുന്നത്. ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് വൈദ്യുതി ബോർഡിന് കത്ത് നൽകാനോ ശക്തമായി ആവശ്യപ്പെടാനോ മാനേജ്മെന്റ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിന് പിന്നിലുള്ള ഗേൾസ് സ്കൂളിലേക്കും ഒരു വീട്ടിലേക്കും വൈദ്യുതി എത്തിക്കാൻ മറ്റു വഴികൾ ഉണ്ടായിട്ടും വൈദ്യുതി ബോർഡ് അതിന് തയ്യാറായിരുന്നില്ല. റോഡിൽ നിന്ന് 5 അടി താഴ്ചയിലാണ് സ്കൂൾ മൈതാനം. ഇവിടെ 100 മീറ്ററിലധികം നീളത്തിലാണ് വൈദ്യുത ലൈൻ വലിച്ചിട്ടുള്ളത്. ഇടയ്ക്കൊന്നും തൂണുകൾ ഇല്ലാത്തതിനാൽ ലൈൻ ചാഞ്ഞ് സൈക്കിൾ ഷെഡിന്റെ മേൽക്കൂരയോട് ചേർന്ന് കിടക്കുകയാണ്. മെയ് മാസത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് വിവിധ വകുപ്പ് അധികൃതരുടെ യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ ഇതേപ്പറ്റി ചർച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിലും തുടർ നടപടികൾ എടുക്കാൻ ആരും തന്നെ താല്പര്യം കാട്ടിയതുമില്ല. രാവിലെ 9 മണിയാകുമ്പോൾ തന്നെ തേവലക്കര ബോയ്സ് സ്കൂൾ മൈതാനത്ത് ആരവങ്ങൾ നിറയും. പ്ലാസ്റ്റിക് കുപ്പികളും ചെരുപ്പുകളും പന്താക്കിയുള്ള ഫുട്ബോൾ കളി, ചെളിവെള്ളം ചവിട്ടിത്തെറിപ്പിച്ച് കളിസ്ഥലത്തോടു കൂടിയുള്ള ഓട്ടം, കൂട്ടുകാരെ ഉച്ചത്തിൽ വിളിച്ചും കുറുമ്പ് കാട്ടിയും വിദ്യാലയമുറ്റത്ത് അവർ ഉത്സവ അന്തരീക്ഷമൊരുക്കും. അച്ചടക്കം ഉറപ്പാക്കാൻ അധ്യാപകർ മൈതാനത്തും ക്ലാസ് മുറികൾക്ക് സമീപവും ഉണ്ടാകാറുണ്ട്. വ്യാഴാഴ്ച രാവിലെ 9 മണിക്കും ഇതുതന്നെയായിരുന്നു സ്കൂളിലെ അന്തരീക്ഷം. മൈതാനത്തോട് ചേർന്നുള്ള 8B-യിലും ബഹളത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ചെരുപ്പെറിഞ്ഞായിരുന്നു അവിടത്തെ അന്നത്തെ കളി. ആവേശമേറിയപ്പോൾ ചെരുപ്പ് തൊട്ട് പിന്നിലുള്ള സൈക്കിൾ ഷെഡിന്റെ മുകളിൽ വീണു. ചിരിമാഞ്ഞ മുഖങ്ങളായി ക്ലാസ്സിലാകെ. ചെരുപ്പ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് ആവേശത്തോടെ മിഥുൻ മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ചിലർ വിലക്കിയിരുന്നു. മേൽക്കൂരയിലെ ഷീറ്റിൽ അവന്റെ കാൽ വഴുതി. വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞപ്പോഴേക്കും പിടഞ്ഞപ്പോഴും ഒന്നും അപകടത്തിലാണ് കാര്യങ്ങളെന്ന് അവർക്ക് ബോധ്യമായതേയില്ല. കാര്യങ്ങൾ കൈവിട്ടെന്ന് തിരിച്ചറിയുമ്പോഴേക്കും അവർ ഉറക്കെ കരഞ്ഞു. അധ്യാപകർ ഓടിയെത്തി. മിഥുനെ താഴെയിറക്കുമ്പോൾ ഭയമായിരുന്നു കൂട്ടുകാർക്ക്. പിന്നീട് മരണവിവരം അറിയുമ്പോൾ വിങ്ങലടക്കാനായില്ല മിഥുന്റെ ക്ലാസ് ടീച്ചർ റൂബിക്കും മലയാളം അധ്യാപിക സുനിതയ്ക്കും മറ്റു അധ്യാപകർക്കും. അവന്റെ മുഖം മറക്കാനാകില്ലെന്നാണ് കൂട്ടുകാരൻ റിസ്വാൻ പറയുന്നത്. നിമിഷങ്ങൾക്കകം ജനപ്രതിനിധികളും രക്ഷകർത്താക്കളും നാട്ടുകാരും സ്കൂളിലേക്ക് എത്തി. ആശങ്കയായിരുന്നു ആ മുഖങ്ങളിൽ. പ്രാർത്ഥനയും ആരവങ്ങളും ഉയരേണ്ട 10 മണിക്ക് വിതുമ്പലുകളായിരുന്നു വിദ്യാലയമാകെ ഉണ്ടായിരുന്നത്. 8B ക്ലാസ്സിൽ മിഥുന്റെ ബാഗ് മാത്രം മേശപ്പുറത്തുണ്ടായിരുന്നു. കണ്ടു നിന്നവരെല്ലാം അത് കണ്ണീരിലാഴ്ത്തി. മണിക്കൂറുകൾക്കുള്ളിൽ സ്കൂൾ പരിസരം പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞു. ഗേറ്റ് അടച്ചതോടെ പലരും മതിൽ ചാടിയും മറ്റും അകത്തേക്കു കയറി. പ്രതിഷേധവും ഉപരോധവും മുദ്രാവാക്യങ്ങളുമായി പിന്നീട് റൂറൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് സേനാംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതായും ഇതിൽ അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി വിശദ റിപ്പോർട്ട് അടുത്ത ദിവസം ലഭിക്കുമെന്നും പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടികളുണ്ടാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നതും.